ഹലോ ഗൈസ്, വെൽക്കം ടു ഗുഡ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പം നിങ്ങൾ പേടിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു ഡ്രാഗനാണെങ്കിൽ ഇങ്ങനെ അലർന്നത് കണ്ടിട്ട്. കാരണം പേടിക്കണ്ടായി, നമ്മൾ നമ്മളുടെ പുതിയ സ്റ്റോറി വാക്ക് ത്രൂ ചെയ്യാൻ പോവാണ് ഗൈസ്. ആ ഗെയിമിൻ്റെ പേര് ഗെയിം ഓഫ് ത്രോൺസ് കിങ്സ് റോഡ്. അപ്പം ഈ ഗെയിമാണെങ്കിൽ ബേസിക്കലി മറ്റേ സീരീസ് അല്ലേ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലുള്ളേ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. സോ ഞാൻ ആ സീരീസ് കണ്ടിട്ടില്ല ആക്ച്വലി. ഇത് ഏതാ ഈ അപ്പൂപ്പൻ ലങ്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ബ്ലൂ ഐസ് ആണല്ലോ, എനിക്കറിയില്ല ഗൈസ്. അല്ല, നമുക്കൊന്ന് സ്റ്റോറി വാക്ക് ത്രൂ ആട്ടോ. നമ്മളുടെ രണ്ടാമത്തെ സ്റ്റോറി വാക്ക് ത്രൂ ആണ്. ആദ്യത്തെ GTA San Andreas ആയിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും, എടാ അപ്പം നീയല്ലേ പോർച്ചുഗൽ സീസൺ 1ഉം സീസൺ 2ഉം ഇട്ടേന്ന്. അത് സ്റ്റോറി വാക്ക് ത്രൂ അല്ല. ഇന്ത്യൻ ബൈക്ക് ആണെങ്കിൽ സ്റ്റോറി വാക്ക് ത്രൂ അല്ല ഗൈസ്. ബേസിക്കലി ഇന്ത്യൻ ബൈക്ക് ആണെങ്കിൽ ഒരു GTA 5 പോലെ ഒരു ഫ്രീ റോം ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ഗെയിം ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് നല്ലൊരു സ്റ്റോറി മോഡാണ്. അപ്പം ഡയലോഗൊക്കെ കേൾക്കും. അപ്പം നിങ്ങൾക്കും ഡയലോഗ് കേൾക്കാം. ഡയലോഗ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഡയലോഗ് ഞാൻ കേട്ടിട്ട് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ മേക്കിംഗ് കമ്പനിയാണ് നെറ്റ്മാർബിൾ എന്ന് പറയും. നെറ്റ്മാർബിൾ ഒരു നമ്മളുടെ മാർവൽ ഫ്യൂച്ചർ ഫൈറ്റൊക്കെ അറിയാമല്ലോ, ഒരു ഗെയിമാണ്. അപ്പം അതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ നെറ്റ്മാർബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ സോളോ ലിവിങ് റേസും അതൊക്കെ ഉണ്ടാക്കിയത് അവരാണ് ഗൈസ്. സോ അവർക്ക് ഒരു സ്പെഷ്യൽ ക്ലാപ്പ് ഞാൻ കൊടുക്കുന്നു. ആൻഡ് ഇതെന്താ വരാത്ത? ഇഫ് യു ആർ അൺഎബിൾ ടു മൂവ്, ഫ്രീ യുവർ സെൽഫ് ബൈ സെലക്ടിങ് മെയിൻ മെനു എസ്കേപ്പ്. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. GTA San Andreas ആണെങ്കിൽ ഞാൻ ഫുള്ള് കളിച്ചിട്ടുമില്ല. അപ്പോൾ ആ സ്റ്റോറി മോഡാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വേറൊരു കാര്യം പറയാണ്ട്.